വൈദേഹി ദശരഥരാമവർമ്മയുടെ അനന്തരവളാന്നത് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യവാ. ജീവൻ പോയാലും ഞാനത് പുറത്തു പറയില്ല. അതറിയാത്തടത്തോളം ഇവള് വൈദേഹിയാന്നും ആരും അറിയില്ല. അപ്പോ ഒരിക്കലും അവരുടെ വീട്ടിൽ കയറാതെ ഇവളിങ്ങനെ തെണ്ടി നടന്നോളും. എത്രയും പെട്ടെന്ന് എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അതിനു മുമ്പ് ഞാൻ അനന്തരവളല്ലെന്നെങ്ങാനും അറിഞ്ഞ അത് അതിലും വലിയ അപകടം. ഞാൻ അറിഞ്ഞില്ലേടി, ഇനി അപകടം പുറകെ തന്നെ ഉണ്ടീ. ഇപ്പൊ തന്നെ സത്യം അവരെ അറിയിച്ച് അവരെ കൊണ്ട് നിന്നെ അടിച്ച് പുറത്താക്കിക്കുന്നുണ്ട്. എന്റെ അമ്മോ, ഇവള് അനന്തരവളല്ലെന്ന് തെളിയിക്കണമെങ്കിൽ വൈദേഹിയ അനന്തരവളെന്ന് പറയേണ്ടി വരും. അത് ശരിയാവില്ല. ഒത്തിരി കടന്നു ചിന്തിക്കണ്ട. തൽക്കാലം നീ ചന്ദ്രികയെ മാത്രം പേടിച്ചാ മതി. ശരി അച്ഛാ, ഞാനങ്ങോട്ട് പോട്ടെ. ശരി മോളെ, പോയിട്ട് വാ. സൂക്ഷിച്ചു പോണേ. ചെല്ലു പിശാചേ, ചെല്ല്. നീ വീണ്ടും പഴയ പോലെ എന്റെ കൈപ്പിടിയിലായടി. നീ വൈദേഹിയാണെന്ന് ആരും അറിഞ്ഞില്ലെന്നല്ലേ വിചാരം? പക്ഷെ നീ കൊട്ടാരം വീട്ടിലെ അനന്തരവളാന്ന് നിനക്ക് പോലും അറിയില്ലടി. മരണം വരെ ഞാൻ പറയില്ല. നീ ആ വീട്ടില് മരുമോളായി വീണ്ടും ഞെളിഞ്ഞു നിൽക്കുന്നതിന് മുമ്പ് നിന്റെ ശത്രുക്കൾ ആരാന്ന് കണ്ടെത്തി നിന്നെ അവർക്ക് പിടിച്ചു കൊടുത്ത് നിന്നെ ഞാൻ പൂട്ടുവടി. എന്റെ മോളെ നീ എന്നിൽ നിന്നും അകറ്റിയില്ലേ? കാല് പിടിച്ച് ഞാൻ നിന്നോട് കരഞ്ഞപേക്ഷിച്ചതാ. എന്നെ അപമാനിച്ചത് പോരാഞ്ഞിട്ട് എന്റെ മോളെയും എന്നേക്കുമായി നീ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചില്ലേ? ചന്ദ്രികേ, നീ എന്താ എന്നെ വിളിച്ചത്? പേര് വിളിക്കാനുള്ള അഹങ്കാരമൊക്കെ ആയല്ലേ? അഹങ്കാരം അല്ല ദശരഥരാമവർമ്മേ, ചന്ദ്രികയുടെ പകയാ. നിന്റെ കുടുംബം മൊത്തം വഴിയാധാരമാക്കിയിട്ട് വേണം എനിക്ക് എന്റെ പ്രതികാരം തീർക്കാൻ. എന്നെ നേരിട്ട് വിളിച്ച് വാൺ ചെയ്യാൻ മാത്രമുള്ള ധൈര്യം ഈ ചന്ദ്രികയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരെ ഇവൾക്ക് പിന്നിൽ നിൽക്കുന്നത്? പറയൂ ഇൻസ്പെക്ടർ സാറേ. ചന്ദ്രിയെ കുറിച്ച് എൻക്വയറി ചെയ്യാൻ സാർ പറഞ്ഞിരുന്നില്ലേ? 2-3 കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പറയൂ ഇൻസ്പെക്ടറെ. സാറ് വിചാരിച്ച പോലെ ഒരു കാലത്ത് നിങ്ങളുടെ വീട്ടിലെ ആശ്രിതയായിട്ട് നിന്നിരുന്ന ആരുമില്ലാത്ത പഴയ ചന്ദ്രിക അല്ല എന്നവര്. നമ്മുടെ ഇറിഗേഷൻ മിനിസ്റ്ററുടെ ബിനാമിയാ. നേരാണോ? അതെ സാറേ. റിയൽ എസ്റ്റേറ്റ്, ബ്ലേഡ് പലിശ, റൗഡിസം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ചന്ദ്രികയാ. പുറകിന്ന് മിനിസ്റ്ററുടെ സപ്പോർട്ടുണ്ട്. അവരിപ്പോ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒത്തിരി സൂക്ഷിക്കണം സാർ. ശരി, ഞാൻ നോക്കിക്കൊള്ളാം. ഡ്രൈവർ, വണ്ടി എടുക്ക. ദേവാ, നീ ഒന്ന് മുകളിലേക്ക് വന്നേ. ഞാനിപ്പോ തന്നെ വരാ. എന്താ വിളിച്ചത്? എന്റെ സംശയം ശരിയായിരുന്നു ദേവ. ചന്ദ്രികയുടെ പുറകിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ? അത് ഇറിഗേഷൻ മിനിസ്റ്ററാ. അങ്ങനെയാണോ അച്ഛാ? അയാൾക്കെന്തിനാ നമ്മളോട് ഇത്രയും ശത്രുത? പണ്ടെന്നോ നടന്നൊരു കാര്യത്തിന് വേണ്ടി ഇപ്പോഴും ശത്രുത മനസ്സിൽ വെച്ചോണ്ട് ചന്ദ്രികയുമായി കൈകോർത്തിരിക്കുകയാണ് അയാള്. പണ്ടൊരു കാലത്ത് അയാൾ പഞ്ചായത്ത് വാർഡ് മെമ്പർ ആയിരുന്നു. മിടുക്കനായിരുന്നതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ അയാളെ ഒരു കോർപ്പറേറ്റർ ആക്കി. പക്ഷെ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ അയാൾ പിടിക്കപ്പെട്ടു.
നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അന്ന് അവനെ അടിച്ചു പുറത്താക്കിയതാ. അതോടെ അവൻ നന്നാവൂന്നാ ഞാൻ അന്ന് കരുതിയത്. പക്ഷേ അന്നത്തെ ആ ദേഷ്യം പകയായി സൂക്ഷിച്ച് ചന്ദ്രികയുമായി ഒത്തുചേർന്ന് എനിക്കെതിരെ പടയൊരുക്കാൻ നോക്കുകയാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടേ അച്ഛാ? ആ മിനിസ്റ്ററോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ അച്ഛാ? അവന്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ കൊടുത്ത ഭിക്ഷയാ. അവനോട് ഞാനെന്തിനു സംസാരിക്കണം? കയ്യിലിരിക്കുന്ന അധികാരമല്ലേ അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അത് അവന്റെ കയ്യിൽ നിന്ന് തട്ടിമാറ്റിയാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ ചന്ദ്രികയ്ക്കും അവന്റെ സപ്പോർട്ട് ഇല്ലാതായി തീർന്നോളും. അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അതുവരെ നമ്മുടെ ജാനകിയെ നീ നോക്കിക്കൊള്ളണം മോനെ. അച്ഛൻ പറയുന്നത് പോലെ ഈ പ്രശ്നങ്ങളൊന്നും അത്ര പെട്ടെന്ന് സോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാളവികയെ അനന്തരവളാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് അയച്ച് ഇത്രയും വലിയ നാടകം കളിച്ചവർക്ക് ഇതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും വലിയ പദ്ധതികൾ ഉണ്ടായിരിക്കണം. അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഹലോ സാർ, പറയണം സാർ. വൈദേഹിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ. കുറച്ചു മുമ്പ് വൈദേഹിയെ കുറിച്ച് വീട്ടിൽ എല്ലാവരും കൂടി ഒരു സംസാരം ഉണ്ടായി. എന്തായിരുന്നു സംസാരിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ ദേവനുണ്ടല്ലോ, വൈദേഹി വൈദേഹി എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തനെ പോലെ വീട് മുഴുവൻ നടക്കുകയായിരുന്നു. നിങ്ങളുടെ ദേവന് വൈദേഹിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയില്ല എന്നാണോ? അതറിയില്ല സാർ. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കില്ല. എപ്പോഴേ വിളിച്ചോണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നേനെ. സത്യങ്ങൾ അറിഞ്ഞവരൊക്കെ അത് പുറത്ത് പ്രകടിപ്പിക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ ആ ദേവന്റെ കാര്യത്തിലും എപ്പോഴും ഒരു കണ്ണു വേണം. വൈദേഹി ഇപ്പൊ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആയിക്കോട്ടെ സാർ. അതെന്തിനാ സാറേ? വൈദേഹിയുടെ പുറകെ നടന്നിട്ട് നമുക്കെന്താ പ്രയോജനമുള്ളത്? ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. ആയിക്കോട്ടെ സാറേ. എന്നാലും ജാനകി എന്തിനാ അറ്റാക്ക് ചെയ്യണമെന്നെങ്കിലും പറഞ്ഞൂടെ? ജാനകി ഒന്നും ചെയ്യരുതെന്ന് ആ ചന്ദ്രികയോട് പറഞ്ഞേക്ക് സാറേ. നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം ചോദിച്ച കാശ് തരുന്നത് ചോദ്യങ്ങളില്ലാതെ പറഞ്ഞത് ചെയ്യാനാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാ തല ഉണ്ടാവില്ല. വേണ്ട, തല ഓക്കെ സാർ. നീ ആരോടാ ഇപ്പൊ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്? ഓ, അത് കാശിന്ന് എന്റെ ഗുരു വിളിച്ചപ്പോ സംസാരിച്ചാ. അതിന് ഗുരുക്കളോട് എന്തിനാ നീ ജാനകിയുടെ പേരൊക്കെ പറയുന്നത് കേട്ടെ? നിന്റെ ഗുരുക്കളോട് ചോദിച്ചിട്ട് ജാനകിയുടെ എന്ത് കാര്യം നിനക്ക് അറിയേണ്ടത്? അല്ല, അത് ജാനകി എന്ന് വെച്ചാ അത് ഞാൻ ആ ശ്രീരാമന്റെ സീതാദേവിയെ കുറിച്ചാ സംസാരിച്ചത്. നീ നിന്റെ ഫോൺ കാണിച്ചേ. എന്തിനാണ് ഫോൺ? നീ വന്ന് കേറിയപ്പോ തൊട്ട് എനിക്ക് നിന്നെ സംശയം തോന്നിയതാ. ഫോണിങ്ങിതാ. അല്ല, അത് ശരിയല്ല. ലാസ്റ്റ് കോൾ സ്വാമി. ആരാടാ ഈ സ്വാമി? സ്വാമി ചിദാനന്ദ സ്വാമി. എന്റെ ഗുരുവാണ് അദ്ദേഹം. എന്നാ ഞാനൊന്ന് ഗുരുക്കളോട് സംസാരിക്കട്ടെ. ജാനകി. ജാനകി വന്നു തോന്നുന്നു. അയ്യോ, രക്ഷപ്പെട്ടു എന്റെ അമ്മേ. ദൈവാധീനത്തിലെ മന്ത്രിയുടെ പേര് സ്വാമിന്ന് ഫീഡ് ചെയ്യാൻ എന്റെ മനസ്സിൽ തോന്നിയത്. ജാനകി, മോളെ ജാനകി, നീ എവിടെ പോയതാ മോളെ? ഞാൻ ഇവിടെ ഒരു കടയിൽ പോയതാ അമ്മേ. ഓ, ജാനകി എന്നല്ല വൈദേഹി എന്ന് വിളിക്കമ്മേ. എന്തേ ജാനകി, നീ വൈദേഹി തന്നെയല്ലേ? അതെങ്ങനെ ഇവള് വൈദേഹിയാവുന്നെ? നിനക്കെന്താ വട്ടായോ?
അതുകൊണ്ടല്ലമ്മേ, വൈദേഹിയുടെ പേര് കേട്ടതും അമ്മയുടെ മുഖം പോലും മാറിപ്പോയത് ഞാൻ നോക്കായിരുന്നു. അവളെ മറന്നുകളാ. ദേവൻ ഇപ്പൊ ജാനകിയിലൂടെ വൈദേഹിയെ കാണുന്നോണ്ടാ അങ്ങനെ വിളിക്കാൻ പറഞ്ഞത്. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? അമ്മയുടെ ആവശ്യം എന്താ? ജാനകി അമ്മയുടെ മരുമോളാക്കണമെന്നല്ലേ? എന്തേ ജാനകി, നിനക്കൊക്കെ അല്ലേ? അവൻ അവളെ വൈദേഹിന്നൊന്ന് വിളിച്ചെന്ന് വെച്ച് നീ എന്തിനാ അതേ പിടിച്ച് തൂങ്ങുന്നേ? എന്ത് ചിന്ത മാറിയാൽ എങ്ങനെ എന്തു അമ്മേ? ഒരാളുടെ പേര് നമ്മൾ മറ്റൊരാളെ എങ്ങനെയാ വിളിക്കുക? ആ വ്യക്തിയില് മറ്റൊരാളെ കാണാൻ കഴിഞ്ഞാലല്ലേ അങ്ങനെ വിളിക്കൂ. ശ്രീരാമ, ഞാൻ വൈദേഹിയാണെന്ന് ഊർമിളേച്ചിക്ക് മനസ്സിലായോന്ന് ഞാൻ പേടിച്ചുപോയി. എന്നാലും ദേവിയുടെ എന്തിനാ ജാനകിയിലും വൈദേഹിയെ കാണുന്നേ? നീ എന്താ അന്തം വിട്ട് നിൽക്കുന്നെ? പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? നിന്നെ കാണുമ്പോഴൊക്കെ ദേവൻ അവന്റെ വൈദേഹിയെ കാണുമ്പോലുണ്ടത്രേ. ഊർമിളേച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്നിൽ എങ്ങനെ വൈദേഹിയെ കാണാൻ പറ്റും? ആർക്കറിയാം? അതുകൊണ്ടല്ലേ നിന്നോടത്ര ഇഷ്ടം. അവന്റെ ഭാര്യ അവൻ നിന്നിലൂടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല ചേച്ചി. ദേവിടനെന്നും വൈദേഹിയോട് തന്നെയാണ് ഇഷ്ടം. വൈദേഹിയെ മറ്റൊരാളിൽ കാണാൻ കഴിയില്ല. വൈദേഹിയുടെ സ്ഥാനവും മറ്റൊരാൾക്ക് കൊടുക്കില്ല. നീ പറഞ്ഞത് തന്നെ മോളെ ശരി. വൈദേഹിയുടെ സ്ഥാനം വൈദേഹിക്ക് മാത്രമേ കൊടുക്കൂ. അതൊക്കെ ശരിയാ. ദേവന് ജാനകി ഇഷ്ടാണെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത്. ആ ഒരു ഇഷ്ടമുള്ളോണ്ട് വൈദേഹിയുടെ സ്ഥാനം ജാനകിക്ക് കൊടുത്തോടുന്നില്ലല്ലോ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലമ്മേ. എന്തുകൊണ്ട് നടക്കില്ല? നിനക്ക് ഇഷ്ടാണെന്ന് പറ. ദേവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദേവിടൻ ഒരിക്കലും സമ്മതിക്കില്ല. പന്തയം വെച്ചാലോ? എന്ത് പന്തയം? അത് തന്നെ, ദേവൻ നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കോ ഇല്ലയോ എന്നൊരു ചെറിയ പന്തയം. അല്ലമ്മേ, കുറച്ചു മുമ്പ് ജാനകിക്ക് കൊടുക്കാനായിട്ട് അമ്മ കെട്ടിവെച്ച പൂമാല എന്തി? അടുക്കളയിൽ ഇരിപ്പുണ്ട്, ഇപ്പൊ എടുത്തിട്ട് വരാം. അതിങ്ങോട്ടേക്ക് തന്നെ അമ്മേ. ഇപ്പോ ഈ മുല്ലപ്പൂമാല ദേവൻ നിന്റെ മുടിയിൽ ചൂടിത്തന്ന നിന്നെ അവൻ ഇഷ്ടമാണെന്നർത്ഥം, അല്ലെങ്കിൽ അല്ല എന്നും അർത്ഥം. ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ചേച്ചി. നമ്മൾ അറിയാതെന്ന് അടുത്ത് നിന്നപ്പോലും വൈദേഹിക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് തള്ളി മാറ്റും ദേവേട്ടൻ. അങ്ങനെയുള്ള ഒരാള് എന്റെ മുടിയിൽ പൂ വെച്ചു തരുമെന്നോ? ഒരിക്കലും നടക്കില്ല. അത് നമുക്ക് നോക്കാലോ. പന്തയത്തിന് തയ്യാറാണോന്ന് പറ. ഞാൻ തയ്യാറാ. എനിക്ക് എന്റെ ദേവനെ അത്ര വിശ്വാസമാ. അവൻ ജാനകിയുടെ മുടിയിൽ പൂ ചൂടില്ല. വന്നല്ലോ. വാടാ ദേവ, ഇങ്ങി വാ. കറക്റ്റ് സമയത്താ. ഒരു മിനിറ്റ് നിൽക്കുന്നു. നീ എവിടെ പോയതാ വൈദേഹി? കണ്ടു കണ്ടു ജാനകി, ഇപ്പൊ എന്തു പറയുന്നു? വൈദേഹി എന്നല്ലേ അവൻ വിളിച്ചത്? ഏട്ടത്തി ഒരു മിനിറ്റ്. നീ എവിടെ പോയതാ ജാനകി? ഇവിടെ അടുത്ത് ഒരു കട വരെ പോയതാ. പോകാൻ നേരത്തെ എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? നീ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയാ വല്ല അപകടം സംഭവിച്ചാലോ? ഇനിയും വന്ന് ആരെങ്കിലും ആക്രമിച്ചാൽ എന്ത് ചെയ്യും? നിനക്ക് വല്ല കൂസലും ഉണ്ടോ? അതിന് നടന്നാലും മറന്നോ നീ? നീ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ജാനകി? നിനക്ക് വല്ലതും സംഭവിച്ചാലോ എന്ന് എന്തൊരു പേടിയാണെന്ന് കണ്ടോ? ഇതാണ് ദേവന്റെ സ്നേഹം. ഊർമിളെ, ഇതവന്റെ കടമയാ. അല്ല, എന്താ ഇവിടെ പ്രശ്നം? അത് ഞാൻ പറയാൻ ദേവാ. നീ ജാനകിക്ക് പൂജ കൂടി കൊടുക്കുന്ന ഞാനും ഇല്ലെന്ന് എന്തു അമ്മേ? ഞങ്ങളൊരു പന്തയം വെച്ചിരിക്കാം. നീ എന്തു പറയുന്നു?
ചൂടിക്കൊടുക്ക് ദേവാ. ഇതങ്ങോട്ട് വെച്ചു കൊടുക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, ദേവേട്ടൻ ചെയ്യില്ല. അതിനുള്ള ഭാഗ്യം വൈദേഹിക്ക് മാത്രമേ ഉള്ളൂ അമ്മേ. നീ കുറച്ചുകൂടി സ്നേഹത്തോട് ചോദിച്ചു നോക്ക്. ശരി, ചോദിച്ചു നോക്കാം. എന്നാലേ ഊർമിളേച്ചിക്ക് മനസ്സിലാവുള്ളൂ. ദേവേട്ടന് വൈദേഹിയോട് മാത്രമേ സ്നേഹമുള്ളൂ, മറ്റാരെയും കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഇത് പൂക്കള് ചൂടിത്താ. അന്ന് ആ ആശ്രമത്തിൽ നിന്ന് ലഭിച്ച വൈദ്യചികിത്സ കൊണ്ട് മുഖം മാറിയെങ്കിലും ഇന്നത്തെ ഈ രൂപം കിട്ടിയത്. നിന്റെ പെടച്ചില കണ്ട് അവൾ ആസ്വദിക്കായിരുന്നല്ലേ പറഞ്ഞത്. പക്ഷെ നിന്റെ വിഷമം കണ്ട് നിന്നേക്കാൾ 100 ഇരട്ടി വേദനിച്ചത് വൈദേഹിയാണ്, അറിയോ? പിന്നീടാണ് വേറൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ അവളാണ് കൊട്ടാരം വീട്ടിലെ അനന്തരവൾ. വേണ്ട ദേവേട്ട, ദേവേട്ടന്റെ സ്നേഹം വൈദേഹിക്ക് മാത്രമുള്ളതാ. ഈ ജാനകിക്ക് കൊടുക്കരുത്. ഈ പൂമാല ഞാൻ നിന്റെ തലയിൽ ചൂടിത്തരരുതെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം വൈദേഹി. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ എത്രമാത്രം പെടഞ്ഞു എന്നറിഞ്ഞിട്ടും നീ വൈദേഹിയാണെന്നുള്ള സത്യം എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചില്ലേ? അതിന് നിനക്ക് ഈ ശിക്ഷ വേണം വൈദേഹി. രണ്ടാളും ഇങ്ങനെ മുഖത്തോട്ട് നോക്കി നിന്നാ എങ്ങനെ? എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. എന്താലോചിക്കാനാ മോനെ? അതങ്ങ് ചൂടിക്കൊടുക്ക്. ഞാൻ പറഞ്ഞില്ലമ്മേ, ദേവേട്ടൻ അങ്ങനെ ചെയ്യില്ല. എനിക്കറിയായിരുന്നു. നിക്ക് ജാനകി. എന്റെ മുറപ്പെണ്ണ്